ഈ പുനർജന്മം പറയുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഈ മാമത്തായിട്ട് ആളുകൾ ജനിക്കാറുണ്ടോ? ഡൈനോസർ ആയിട്ട് ജനിക്കാറുണ്ടോ? അതിനിപ്പോ ഇനി ആ സാധനം ഇല്ലല്ലോ. അത് ദൈവം ഉണ്ടാക്കിയതല്ലേ? അത് ദൈവം ഉണ്ടാക്കിയത് തന്നെയാണ്. ദൈവത്തിന്റെ തന്നെ ഒരു സൃഷ്ടി തന്നെയാണ്. നിങ്ങൾ ഈ പുനർജന്മം പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പുനർജന്മത്തിന്റെ ഭാഗമായിട്ട് ഇന്നൊരു ഡൈനോസർ ഉണ്ടാവുന്നില്ല? വല്ലാതങ്ങ് ചിരിക്കണ്ട, ഈ ചിരി ഞാൻ കറുപ്പിക്കുന്നുണ്ട്. People call me Uche. This is my entertainment. വെൽക്കം ടു കോയ കോളിംഗ്. എന്റെ പേര് മഞ്ജിമ. ട്രിവാൻഡ്രത്താണ്. ഞാൻ ട്രിവാൻഡ്രത്താണ് വിളിക്കുന്നത്. ഞാൻ ഈ വിശ്വാസത്തിലുള്ളതല്ല, ഞാൻ ഹിന്ദുവാണ്. ഞാൻ എന്റെ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതാണ്. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. പറയുന്നത് എന്താണ്, ഓരോ പുരാണത്തിനകത്തും ഓരോന്നിനകത്തും ഓരോ വിശ്വാസം മറ്റേ അവസാനിക്കും, പിന്നെയും ഉണ്ടാവും വർഷങ്ങൾക്ക് ശേഷം എന്നല്ലേ പറയുന്നത്. അതായത് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അങ്ങനെയാണ്. പക്ഷെ അത്രയും കാലം അത് ദൂരെ നിന്ന് മാറി ഇരുന്ന് അത് എഴുതിയെടുക്കാൻ പാകത്തിന് അന്ന് ആരെങ്കിലും ഉണ്ടാവുന്ന ഉറപ്പില്ല. പറയുന്നതിൽ എനിക്ക് ഏതായാലും വിശ്വാസമുണ്ട്. കാരണം 5000 വർഷം മുമ്പ് എഴുതിയ ഭാഗവതത്തിനകത്ത് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിനകത്ത് ഒരു കുഞ്ഞിനുണ്ടാകുന്ന ചലനവും വലിപ്പവും വ്യത്യാസവും എല്ലാം എഴുതി വെക്കാൻ അറിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഭൂമിയുടെ അന്ത്യത്തിനെ കുറിച്ചും ഭൂമി പിന്നെ ഉണ്ടാകുന്നതിനെ കുറിച്ചും അത് തിരുത്താൻ പറ്റില്ല. ഭാഗവതം അന്ന് മുതലേ ഉള്ളതാണല്ലോ. എവിടെ പോയാലും ഇപ്പോൾ ആ സ്ക്രിപ്റ്റിന് മാറ്റമൊന്നും വരുത്താൻ പറ്റുന്നല്ലോ. ഇത്രയും ക്ലിയർ ആയിട്ട് എഴുതി വെക്കാൻ അന്ന് അറിവുള്ളവരുള്ളപ്പം ഭൂമി എല്ലാത്തിനും അവസാനം പിന്നെയും ഒരു പുനർജന്മം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തർക്കിക്കാൻ പറ്റുമോ? പുനർജന്മം എന്ന് പറയുമ്പോ എങ്ങനെയാ നിങ്ങൾ പുനർജന്മം അല്ലെങ്കിൽ പിന്നീട് മറ്റൊരിടത്തുണ്ടാവും, ഇനിയും ലൈഫ് ഉണ്ടാകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർക്കാൻ പറ്റുമോ? എന്തൊക്കെയായിട്ടാ ഈ പുനർജന്മം എങ്ങനെയാണ്? പുനർജന്മം എങ്ങനെയാണോ അത് എന്തെന്ത് പുനർജന്മമാണ്? മനുഷ്യന്റെ ആണെങ്കിൽ എനിക്ക് പറയാം, അല്ലാണ്ട് ഭൂമിയുടെ ഈ ഭാഗവത്തിനകത്ത് മുഴുവൻ എഴുതി വെച്ചിരിക്കുന്ന ഇവിടെ എനിക്കിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യും. പുനർജന്മം എന്ന് പറയുന്ന സംഗതി മനുഷ്യന് മാത്രമേ ഉള്ളൂ? മനുഷ്യന് മാത്രമല്ല, എല്ലാത്തിനും ഉണ്ട്. ഉറുമ്പ് ഈ ജന്മത്തിൽ ഒരു ഉറുമ്പായിട്ട് ജീവിക്കുന്ന ഒരു ജന്തു, അതെ, അടുത്ത ജന്മത്തിൽ പിന്നെ എന്താവോ? ആനയാവോ? അതെ, അടുത്ത ജന്മത്തിൽ എന്താന്ന് എനിക്ക് എഴുതി വെക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ആത്മാവിന് മരണമില്ല, എന്റെ ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം, അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഒരു ഹിന്ദു മതവിശ്വാസിയാണ് അല്ലേ? അതെ. അപ്പൊ അത് ഏതാണ് ജാതി? ജാതി ചോദിക്കരുതാണ്, എന്നാലും ഞാൻ ചോദിക്കാം. ജാതി ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല, നായരാണ്, അതിന്റെ എല്ലാ കുഴപ്പങ്ങളും നമുക്ക് ഉണ്ടാവുമല്ലോ. ഓക്കെ. അപ്പൊ നിങ്ങളിപ്പോ നായരാണ്, അപ്പൊ അടുത്ത ജന്മത്തിൽ എന്താവും? അതൊന്നും എനിക്കറിയാൻ മേല. അടുത്ത ജന്മത്തിൽ ഞാൻ എന്താവും അറിയാൻ പാകത്തിനുള്ള വിവരമൊന്നും എനിക്കില്ല. അല്ല, എന്നാലും ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടീഷൻ, ഒരു ധാരണ ഉണ്ടാവില്ല. ഇല്ല, ഏതായാലും അടുത്ത വലിയ നല്ലതാവുമെന്ന് തോന്നുന്നില്ല. കാരണം വലിയ ചീത്തയാവും തോന്നുന്നില്ല. കാരണം ഏതായാലും വലിയ ദ്രോഹമൊന്നും ഈ അടുത്ത ജന്മത്തിനെ കുറിച്ച് ഈ നല്ലത് ചീത്ത എങ്ങനെയാ ക്ലാസിഫൈ ചെയ്യുന്നത്? എന്താണ് നല്ലത്, എന്താണ് നല്ലത്, എന്താണ് ചീത്ത എന്നുള്ളത് അത് ശരിക്കും നല്ലതിന് ഉദാഹരണം പറയൂ. അടുത്ത ജന്മത്തിൽ മുജ്ജന്മ സുഹൃതം നമ്മുടെ മലയാളത്തിൽ ഒരു വാക്കില്ലേ, മുജ്ജന്മ സുഹൃതം. അപ്പൊ മുൻജന്മ സുഹൃതം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താവും? എന്താകും എന്നുള്ളതൊരു എന്താണ് ബാലിശമായ ഒരു ചോദ്യമാണ്. ഒരു കൊച്ചു ചോദിച്ചാൽ മനസ്സിലായി അടുത്ത ജന്മത്തിൽ ഞാനൊരു കുട്ടിയാണ്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് അടുത്ത ജന്മത്തിൽ എന്താണെന്ന് എനിക്കറിയില്ല. അറിയാവുന്നവർ ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ മാസം ഇപ്പോഴും നല്ലതോ ചീത്തയോ ആവുമെന്ന് പറഞ്ഞല്ലോ. നല്ലത് ചെയ്യണം. അടുത്ത ജന്മത്തിൽ നല്ലതോ ചീത്തയോ ആകുമെന്ന് പറഞ്ഞില്ലേ? അതെ. എന്താണ് നല്ലത്, എന്താണ് ചീത്ത? അതിനൊരു ഉദാഹരണം പറയൂ. നല്ലതിനൊരു ഉദാഹരണം പറയൂ, ചീത്തയ്ക്ക് ഒരു ഉദാഹരണം പറയൂ. പറഞ്ഞുതരാം, വെരി സിമ്പിൾ. അതായത് നല്ലതിനൊരു ഉദാഹരണം, ഭാഗ്യമുള്ള ജന്മം നല്ലതാണ്, ഈശ്വരനിൽ വിശ്വാസം ഉണ്ടാവുന്ന നല്ലതാണ്. അത് മനസ്സിലായി. അടുത്ത ജന്മത്തിൽ നല്ല ജന്മം, ചീത്ത ജന്മം എന്ന് പറയുമ്പോ എന്താണ് ആ ജന്മം? എങ്ങനെ ജന്മം നമുക്ക് അയ്യോ അത് നമുക്കറിയാമോ? നമ്മുടെ സാഹചര്യമാണ് നല്ലതും ചീത്തയാകും. അപ്പൊ അതായത് ഇന്നിപ്പോ നിങ്ങൾ മനുഷ്യനായിട്ട് ജീവിക്കുന്നു. അടുത്ത ജന്മത്തിൽ നിങ്ങൾ ഏത് ജന്തു ആയാലാണ് ഒരു മുൻജന്മ സുഹൃതം ഉണ്ടായി എന്ന് പറയാ?
തലവര നല്ലതാണെങ്കിൽ ഏത് ജന്തു ആണെങ്കിലും എന്താ. ഗുരുവായൂർ കേശവൻ വളരെ ഭാഗ്യമുള്ളതായിരുന്നു. കാരണം ഗുരുവായൂർ ആ തള്ളിന്റെ ഇടയ്ക്ക് ഒന്ന് കേറാൻ വളരെ ബുദ്ധിമുട്ടും തോന്നി. അപ്പൊ ആനയായിട്ട് ജനിക്കുക എന്ന് പറയുന്നത് മുൻജന്മ സുഹൃതാണ്. അങ്ങനെയല്ല, ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആനയും കുതിരയും ഒന്നുമല്ല. ഭാഗ്യമുള്ള ഒരു ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആനയിലും ആകാം, കുതിരയിലും ആകാം, പൂച്ചയിലും ആകാം. നിങ്ങൾ തന്നെ പറഞ്ഞ വാക്കാണ് ഞാൻ ചോദിക്കുന്നത്. നല്ലത് ചീത്ത എന്ന് പറഞ്ഞല്ലോ. നല്ലത് ചീത്ത എന്ന് പറഞ്ഞു. അപ്പൊ ചീത്തയായിട്ട് ഒരാള് അടുത്ത ജന്മത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കും? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരൂ. താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക. താൻ ആരാണെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരാം. താൻ ആരാണ്? എങ്ങനെ ഇരിക്കുന്നു? ഇപ്പം ക്യാൻസറോട് കൂടി ജനിക്കുന്ന പിള്ളേരില്ലേ ആർട്ടിഫിഷ്യൽ. അപ്പൊ അതായത് അടുത്ത ജന്മത്തിൽ വീണ്ടും മനുഷ്യനായിട്ട് ജനിച്ച് വീണ്ടും ക്യാൻസർ ഉള്ള മനുഷ്യനായിട്ട് ജനിക്കും, അങ്ങനെയാണോ? ക്യാൻസർ അല്ല, ഇത് വളരെ നമ്മളൊരു അറ്റ്ലീസ്റ്റ് പ്രായത്തിനൊത്ത ഒരു സ്റ്റേറ്റ്മെന്റ്. അങ്ങനെയാണോ? എനിക്കറിയാമോ, ഇതിനകത്ത് ഇല്ലോജിക്കൽ ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ടല്ലേ നമ്മൾ ചോദിക്കുന്നത്. അത് ഇതിലെങ്ങനെ പ്രായമാവുന്നത്? ഭാഗ്യമുള്ള ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അച്ഛനമ്മയ്ക്ക് ജനിക്കുന്ന ഒരു ഭാഗ്യമാണ്. നല്ല അച്ഛനും അമ്മയ്ക്ക് ായിട്ട് ജനിച്ചാലും നല്ല വീട്ടിൽ നല്ല രീതിയിൽ വളരാൻ പറ്റിയാൽ അതും ഭാഗ്യമുള്ള ജന്മമാകാം. ഹോട്ടലിലെ വരാന്തയിൽ കൂടെ നടക്കും, തിളച്ച വെള്ളം ഒഴിച്ച് ഒരു സൈഡ് പൊള്ളിയതും വണ്ടി കയറി ഒരു കാല് ഒടിഞ്ഞാലും അത് നിർഭാഗ്യമുള്ള ജന്മമാകാം. ഒരു പ്രത്യേക ജീവിതമല്ലേ? പുനർജന്മം തന്നെയല്ലേ? പുനർജന്മമല്ലേ? മതത്തെ പിടിക്കുമ്പോഴല്ലേ പ്രശ്നം? വിട്ട് ഇത് നിങ്ങൾ പറയൂ. ആ ബിരിയാണിയൊക്കെ കഴിച്ച് ജീവിച്ചാൽ ചത്താൽ പിന്നെ എന്തായിട്ടാ വരാ? എങ്ങനെയായിരിക്കും വരാ? അതെന്ത് ബാലിശമായിട്ടുള്ള ചോദ്യം. പുനർജന്മം പുനർജന്മം എക്സ്പ്ലെയിൻ ചെയ്തു തരൂ എങ്ങനെയാന്ന്. പോട്ടെ, ഇനി ഈ പുനർജന്മം പറയുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഈ മാമത്തായിട്ട് ആളുകൾ ജനിക്കാറുണ്ടോ? ഡൈനോസർ ആയിട്ട് ജനിക്കാറുണ്ടോ? അതിനിപ്പോ ഇനി ആ സാധനം ഇല്ലല്ലോ. അത് ദൈവം ഉണ്ടാക്കിയതല്ലേ? അത് ദൈവം ഉണ്ടാക്കിയത് തന്നെയാണ്. ദൈവത്തിന്റെ തന്നെ ഒരു സൃഷ്ടി തന്നെയാണ്. നിങ്ങൾ ഈ പുനർജന്മം പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പുനർജന്മത്തിന്റെ ഭാഗമായിട്ട് ഇന്നൊരു ഡൈനോസർ ഉണ്ടാവുന്നില്ല? വല്ലാതങ്ങ് ചിരിക്കണ്ട, ഈ ചിരി ഞാൻ കറുപ്പിക്കുന്നുണ്ട്. സുഹൃത്തെ, അത് ഈ ഭൂമി തന്നെ ഇല്ല. പക്ഷെ അതെന്ത് ഭൂമിയിലില്ലാതെ പോയത്? സാധനമില്ലേ അതിനകത്ത്? എന്തുകൊണ്ട് ഇന്ന് നമ്മുടെ ഭൂമി ഉപരിതലത്തിൽ ഡൈനോസറിന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്താ ഉള്ളത്? ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമല്ല, അതിന്റെ എന്താ ഉള്ളത്? പോയതല്ലേ? ആരാണ് വംശം കത്തിച്ച് കളഞ്ഞത്? എന്തുകൊണ്ട് പുനർജന്മത്തിൽ ഉണ്ടായിക്കൂടാ? ഇതിനകത്ത് 4 ദോശ വന്നിട്ട് അത് മുഴുവൻ തീർത്തിട്ട് പിന്നെ ദോശ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റിനകത്ത് എങ്ങനെ ഉണ്ടാവും? ദൈവത്തിനത് കഴിയാത്ത കാര്യമാണോ? പുനർജന്മത്തിൽ അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നത് എങ്ങനെയാണ്? എക്സ്റ്റിങ്ക്ട് ആയി പോകുന്ന ജീവികളൊന്നും പുനർജന്മത്തിൽ വരില്ല എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവില്ല? ഡോഡോ എന്ന് പറഞ്ഞ പക്ഷിയും ഈ ലോകത്തൊന്നും അതെ, അത് വരുന്നില്ല. അതെ, അത് ഫ്ലൈയിങ് മറ്റേ പല സാധനങ്ങളുണ്ടല്ലോ, വെറൈറ്റീസ് ഉണ്ടല്ലോ. ഡൈനോസോഴ്സ് പല തരത്തിലുള്ളതുണ്ട്, പറക്കുന്നുണ്ട്, അല്ലാത്തതുണ്ട്. ഇതൊന്നും വരുന്നില്ല. പോയേ കയ്യിന്ന് പോയേ, പിന്നെയും പോയേ. എന്തുകൊണ്ട് മാമത്ത് ഉണ്ടാവുന്നില്ല? ഈ പുനർജന്മത്തിലൂടെ എന്തുകൊണ്ടാണ് ഇന്നൊരു മാമത്ത് ഉണ്ടാവാത്ത? പുനർജന്മത്തിലൂടെ പുതിയ പുതിയ സാധനങ്ങളാണോ സുഹൃത്തെ? പുതിയതല്ലല്ലോ, ഇവിടെ ഉണ്ടായിരുന്ന ജന്തു അല്ലേ? അതിന്റെ വേരറ്റ് പോയത്. പുനർജന്മത്തിൽ എന്താണ് ഈ വേരറ്റ് പോവാന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുന്നത്? അത് വേരറ്റ് പോയ സാധനം ഒഴിച്ചുള്ള സാധനം മാത്രമേ പുനർജനിക്കൂ എന്നുള്ളതാണോ അപ്പൊ നിങ്ങളുടെ കണ്ടീഷൻ? അത് ഉത്തരം പറ. അങ്ങനെ എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങളുടെ കിതാബില്? പുനർജന്മം ഉണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആ കണ്ടീഷൻ പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ വേരറ്റ് പോകാത്ത ജന്തുക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? അതെന്താണ്? നിങ്ങൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് എന്നെ കൺവിൻസ് ചെയ്യൂ. എന്തുകൊണ്ട് പുനർജന്മത്തിൽ ഡൈനോസോഴ്സ് ഉണ്ടാവുന്നില്ല? അത് ബരമ ബഴക്കോ കൊടുത്തു എന്ന് പറഞ്ഞാൽ അറബിൽ പോകാൻ തിടുക്കമുണ്ടോ എന്നർത്ഥം. അല്ലാതെ വൈ ചേച്ചി, ഞാൻ ഇവിടുത്തെ പുനർജന്മത്തിൽ ഡൈനോസർ ഉണ്ടായ വളരെ ഒരു എന്താ ബ്ലണ്ട് ആയിട്ടുള്ള. അതെങ്ങനെ? അത് ബ്ലണ്ടാണ്, എന്ത് സംശയമാണ്? DNA ഒന്നും ഇല്ലാത്ത അപ്പൊ ദൈവത്തിന് ഈ സാധനം ഉണ്ടാവണമെങ്കിൽ പുനർജനിക്ക് DNA ഒക്കെ വേണം. DNA ഉണ്ടല്ലോ, ലാബിൽ ഇരിപ്പുണ്ടല്ലോ ഇതിന്റെയൊക്കെ സാധനങ്ങള്. എല്ലും കഷ്ണമൊക്കെ ഇവിടെ ഇരിപ്പില്ലേ? മാമത്തിന്റെ സാധനങ്ങൾ ഇവിടെ ഇരിപ്പില്ലേ?
ആക്ച്വലി നമ്മൾ ഒരു കാര്യം പറയുമ്പോ ഒന്നിൽ എനിക്ക് നിങ്ങളിത് explain ചെയ്യ്. സ്റ്റേറ്റ്മെന്റ് ആണ്, നിങ്ങളിത് explain അല്ലെങ്കിൽ ചെയ്തതാ. തീരെ ഈ ഒരു മൂന്നാം ക്ലാസ്സിലെ പിള്ളേര് പറയുന്ന പോലെ ബാലിശമായിട്ട് 3-ാം ക്ലാസ്സിലെ പിള്ളേർക്ക് പോലും എന്ത് പറയാനാ? മനസ്സിലാകാത്ത ലോജിക്കാണിത്. അതാണ് ഈ പറയുന്നത്. ചോദിച്ചതിന് സമാധാനം പറഞ്ഞാൽ മതി. ചരിത്രം പറഞ്ഞു നിൽക്കാൻ സമയമില്ല, ഇച്ചിരി തിരക്കുണ്ട്. ക്ലാസ്സിലെ പിള്ളേർ ശരി, അത് ഞങ്ങളുടെ കിതാബ് എന്ന് പറഞ്ഞു. കിതാബ് വിട്, നിങ്ങൾ കൊണ്ടുവല്ല മിനി മാസ്റ്റേഴ്സ് മിനി ലൈഫ് മതത്തിലെ കാര്യമല്ലേ നിങ്ങൾ പറയുന്നത്? പുസ്തകം. അതെ, ആ മതത്തിനകത്ത് തെളിയിച്ച ഒരു ബുക്കല്ലേ മിനി മാസ്റ്റേഴ്സ് മിനി ലൈഫ്. വായിച്ചിട്ടുണ്ട് മിനി ഈ ഏത് വലിയ ഉസ്താദ് എഴുതിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മണ്ടത്തരം പറഞ്ഞ മണ്ടത്തരം. അത് ഉസ്താദൊന്നുമല്ല, ക്രിസ്ത്യാനിയാണ് എഴുതിയത്. അത് ഉസ്താദ് ഏതാൾ എഴുതിയാലും നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ പുനർജന്മത്തിലൂടെ സാധനം ഉണ്ടാവും. കൂടിയ ഗുണങ്ങളൊക്കെ ചെയ്ത ഒരാളാണ്, അല്ലെങ്കിൽ ഏറ്റവും തെണ്ടിയായിട്ടുള്ള ജീവിച്ച ഒരാൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൈനോസർ ആയിട്ട് വരട്ടെന്നേ, അതല്ലേ വേണ്ടത്. മനസ്സെത്തുന്നിടത്ത് കാലെത്തുന്നില്ല പട്ടാളക്കാരാ. നിങ്ങൾ പറയും ഇന്ന് ഡൈനോസറിനെ ഉണ്ടാക്കാൻ കഴിയില്ലേ ദൈവത്തിന്? നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ അണ്ടകടാഹം മുഴുവൻ ഉണ്ടാക്കാം, പക്ഷെ ഡൈനോസർ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക? ഞാൻ ചിരിച്ചു പോയനെ. എന്താണ് വൈ എന്താ ഡൈനോസറിനെ ഉണ്ടാക്കാൻ പറ്റാത്ത? എന്താ മാമത്തിന് ഉണ്ടാക്കാൻ പറ്റാത്ത എന്താണ്? ഇന്ന് ഈ ഭൂമി മലയാളത്തിൽ അതിപ്പം ദൈവത്തിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു സാധനമായിട്ട് കസേരയിൽ ഇരിക്കുന്നവർ ഈ സ്വർഗത്തിനകത്ത് ഇപ്പം ആസ് പെർ യോർ കിതാബിനകത്ത് പറയുന്നവരെ കാണുന്നോണ്ടാണ് ദൈവത്തിന് ഉണ്ടാക്കാൻ പറ്റേ. നിങ്ങൾ പുനർജന്മത്തിൽ നിന്ന് ചാടല്ലേ? നിങ്ങൾ പുനർജന്മമൊക്കെ വലിയ സംഭവമാണെന്ന് പറഞ്ഞ ആളാണ്. നിങ്ങൾ കൃത്യമായിട്ട് പറയൂ, പുനർജന്മം ശരിയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് ഡൈനോസർ ഉണ്ടാവുന്നില്ല? ഡൈനോസർ ആകാൻ മാത്രം ആരും അതപ്പതിക്കാത്തോണ്ടാണോ? അത്രയും തെണ്ടി ആരും ഇല്ലാത്തോണ്ടാണോ? അത്രയും മുൻജന്മ പാപമൊന്നും ആരും ചെയ്യാത്തോണ്ടാണോ ആരും ഡൈനോസർ ഒരു DNA പോലും ബാക്കി വെക്കാതെ? ചേച്ചിയെ കയ്യിന്ന് പോയി. ചേച്ചി ഒന്നുമല്ല, എനിക്ക് വലിയ പ്രായം സാറല്ല, കയ്യിന്ന് പോയി, കാര്യാക്കണ്ട. കയ്യിന്ന് പോയതല്ല, ഇത് യാതൊരു ഒരു വിവരമില്ലാത്തൊരു ചോദ്യമാണ്. ചേച്ചിക്ക് വിവരം ഉണ്ടല്ലോ, ഒന്ന് എനിക്ക് പറഞ്ഞു തരൂ, എന്തുകൊണ്ടാണ് ഡൈനോസർ ഉണ്ടാവാത്തെന്ന് പറയൂ. അതാണ്. അയ്യോ, ഞാനല്ല, ഞാനൊരു ഉദാഹരണത്തിന് പര്യായം പറഞ്ഞതേ ഉള്ളൂ. എന്താണ് ലിമിറ്റേഷൻ? ഇന്ന് ഈ ഭൂഗോളത്തിൽ ഒരു ഡൈനോസർ വന്നാൽ ജീവിക്കാനുള്ള എല്ലാ സാധനമില്ലേ ഇവിടെ? തിന്നാൻ ആനയുണ്ട്, തിമിംഗലമുണ്ട്, ഉറാങ്കുട്ടാനുണ്ട്, എന്തിനു വേണേലും പിടിച്ചു തിന്നൂടെ? മനുഷ്യന്മാരെ വരെ പിടിച്ചു തിന്നാം, ഇഷ്ടം പോലെ തിന്നാനുണ്ട്. ഇനി ഇവിടെ കേരളത്തിലാണെങ്കിൽ നമ്മളെ പൂരത്തിന് വരെ ചിലപ്പോൾ എഴുന്നള്ളിച്ചെന്ന് വരും ഈ ഡൈനോസറിനെ. ഇനി അത് പേടിച്ചിട്ടാണോ പുനർജനിക്കാത്തത്? ആണോ? അല്ല. അപ്പൊ ശരി, പോയി കിടന്നുറങ്ങും. ദൈവത്തിന്റെ ഉത്തരവാദിത്വം അല്ല ഡൈനോസറിനെ ഉണ്ടാക്കല്. മനസ്സിലായി, എല്ലാം മനസ്സിലായി. ശരി എന്നാ എന്നെ വിളിച്ചിട്ടെന്താ കാര്യം? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.